ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പിക്ചോറിയൽ പ്രൊജക്ഷൻ ഇൻ വിച്ച് ആൾ 3 ഡയമെൻഷൻസ് ഓഫ് എൻ ഓബ്ജക്റ്റ് ആർ ഷോൺ ഇൻ വൺ വ്യൂ. അതായത് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് വ്യൂസ് അല്ലെങ്കിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ വ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായത്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെയിംലി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വ്യൂസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ അതെല്ലാം ഒരൊറ്റ ഇമേജ്, അതായത് ഒരു സിംഗിൾ ഇമേജിൽ നിന്ന് നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഐസോമെട്രിക് ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുക. നിങ്ങൾ കേട്ടിട്ടുള്ള 3D ഡ്രോയിങ്സ്, പിക്ചോറിയൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ 3D ഡ്രോയിങ്സ് ആണ്. അതിൽ ഒരു പ്രത്യേക കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് നമ്മൾ വരക്കുന്നതാണെന്ത്, ഐസോമെട്രിക് ഡ്രോയിങ്. സോ 3 ഡയമെൻഷനായിട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ 3 ഡയമെൻഷനായിട്ട് ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം 3 ആക്സസ് ഉണ്ടാവും. നോർമലി നമ്മൾ എക്സ് വൈ സെറ്റ് എന്നുള്ള രീതിയിൽ 3 ആക്സിസ് ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ 3 ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ നമ്മൾ സാധാരണ രീതിയിൽ 3 ഡയമെൻഷനായിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചുള്ള പോലെ 3 3D ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ 3 ഡയമെൻഷനായിട്ട് കിട്ടുന്ന രീതിയിൽ 3 ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡിൽ ചെയ്തിട്ടുള്ള 3 3 ഡയമെൻഷണൽ ഫിഗേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 3D ഫിഗേഴ്സ് നമ്മൾ പല രീതിയിൽ വരയ്ക്കാറുണ്ട്. 3D ഫിഗറിൽ നിന്ന് നമ്മുടെ ഐസോമെട്രിക് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോഴുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ കാണിക്കുന്ന 3 ആക്സിസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലെങ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ആണ്. ഞാൻ നേരത്തെ എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ഡയമെൻഷനായിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ 3 ആക്സിസ് നെയിംലി കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത്, അതേപോലെ ഹൈറ്റ്, ഡെപ്ത്, LHD എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആക്സിസിൻ്റെ നെയിം ആ രീതിയിലാണ്, ലെങ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് ഒരു ആക്സിസിൽ, ഹൈറ്റ് വേറൊരു ആക്സിസിൽ, ഡെപ്ത് നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമതൊരു ആക്സിസിൽ കൊടുത്തു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള 3 ഡയമെൻഷൻ 3 ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഗേഴ്സ് വരയ്ക്കാറുള്ളത്. എക്സ് വൈ സെറ്റ് എന്നായിരിക്കും നിങ്ങൾ കേട്ട് പരിചിതം. ഇവിടെ നമ്മൾ ലെങ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് എന്നുള്ള രീതിയിൽ 3 ആക്സിസ് ചൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കാം. നിങ്ങൾക്കറിയാം ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊജക്ഷനാണ് നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പോൾ ആ ഐസോ എന്നുള്ള മീനിങ്ങിൽ തന്നെ നമുക്കറിയാൻ പറ്റും 3 ഈക്വൽ ആംഗിൾ ആയിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ആക്സിസ് ആണ് നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 ആക്സിസും ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് മീൻസ് അത് 3 എന്തായിരിക്കും, 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരയ്ക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ലെങ്ത് ആക്സിസ്, ഡെപ്ത് ആക്സിസ്, ഹൈറ്റ് ആക്സിസ്, അത് 3 കൂടെ 120 ഡിഗ്രി. ഓരോ ആക്സിസും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ആക്സിസ് പ്ലേസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ഡയമെൻഷനായിട്ടുള്ള ഡ്രോയിങ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ ഒരു റെക്ടാങ്കുലർ പ്രിസം, അതേപോലെ ഒരു ക്യൂബ് സ്ട്രക്ചേഴ്സ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് 2 എക്സാമ്പിൾസും കൂടെ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കുന്നുണ്ടാവും. നിങ്ങൾ ആൾറെഡി ഒരുപാട് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എല്ലാം വരച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ 3 ഡയമെൻഷനായിട്ടുള്ള ഡ്രോയിങ് അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പൊസിഷൻസ് എല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് 3 ഡയമെൻഷനായിട്ടുള്ള ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂസ് നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതായത് ഐസോമെട്രിക് ആക്സിസ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു 3 ആക്സിസ് ഉണ്ട്. ആ 3 ആക്സിസ് ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും പരസ്പരം ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ നെയിംലി പറയുകയാണെന്നുണ്ടെങ്കിൽ AL, AD, AH എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ആക്സിസ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ആക്സിസ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഐസോമെട്രിക് ആക്സിസ്. ഒന്ന് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്സിസ് ആണ്, മറ്റേത് ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട്, മൂന്നാമത് ഡെപ്തിനെ ബേസ് ചെയ്തിട്ട്. അത്തരത്തിലുള്ള ആ 3 ആക്സിസിന് പറയുന്ന പേരാണ് ഐസോമെട്രിക് ആക്സിസ്. അപ്പോഴാണ് ഐസോമെട്രിക് ആക്സിസ് ആയിട്ട് മാറാമെന്ന് ഞാൻ പറഞ്ഞു. 3 തമ്മിലുള്ള ഇൻക്ലിനേഷൻ 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഐസോമെട്രിക് ലൈൻ, അതായത് ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് ഐസോമെട്രിക് ലൈൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ AL എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസിന് പാരലായിട്ട് നമ്മുടെ ക്യൂബിൻ്റെ ഒരു സൈഡ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻസിന് പറയുന്ന പേരാണെന്ത്, ഐസോമെട്രിക് ലൈൻ. പിന്നെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഐസോമെട്രിക് ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഡയമെൻഷനായിട്ടുള്ള ഡ്രോയിങ് വരയ്ക്കാൻ പറ്റും. എപ്പോഴും ഓർത്തിരിക്കുക, ഇപ്പോൾ ലെങ്ത് വൈസ് ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്സിസിന് പാരലാണെന്ന് ഉറപ്പ് വരുത്തുക. ആക്സിസിന്, അതായത് ഒരു പാരലൽ ലൈൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ ഡ്രോയിങ്സ് വരയ്ക്കാൻ ഒന്നും കൂടി എളുപ്പമാണ്. ആക്സിസിന് പാരലൽ ആയിട്ടാണോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾ ഇതിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ലെങ്ത് ആക്സിസിന് പാരലൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡെപ്തിൻ്റെ അല്ലെങ്കിൽ D എന്ന് പറഞ്ഞിട്ടുള്ള ആ ആക്സിന്, അതായത് AD എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസിന് പാരലൽ ആയിരിക്കും. ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ നമ്മൾ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഐസോമെട്രിക് വ്യൂവിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ AL എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസ് അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസിന് പാരലൽ ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ ഒന്നെങ്കിൽ
അത് ആകെ ഒരു ആക്സിസേ ഉള്ളൂ നമുക്ക് വെർട്ടിക്കൽ ആക്സിസ്. എ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആക്സിസിന് പാരലായിരിക്കണം എല്ലാ വെർട്ടിക്കൽ ലൈൻസും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസോമെട്രിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് ആക്സിസിന് പാരലൽ. അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം വരയ്ക്കാനുള്ള ഒരു മെയിൻ ടിപ്പാണ് ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആണോ നിങ്ങളുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും ഒന്ന് കമ്പയർ ചെയ്യുക. ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് രണ്ട് ആക്സിസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. വെർട്ടിക്കൽ ആയിട്ട് ഒരൊറ്റ ആക്സിസ് മാത്രമേ ഉള്ളൂ എ എച്ച്. അപ്പോൾ എല്ലാ വെർട്ടിക്കൽ ലൈൻസും എ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആക്സിസിന് പാരലൽ ആയിരിക്കണം എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഐസോമെട്രിക് പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഐസോമെട്രിക് പ്ലെയിൻസിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു ക്യൂബിക്കൽ സ്ട്രക്ചർ അല്ലേ. ഈ ക്യൂബിൻ്റെ ഓരോ ഫേസസും എന്താണ് നമ്മുടെ ഐസോമെട്രിക് പ്ലെയിൻസിന് എക്സാമ്പിളാണ്. ഇവിടെ ഓരോ ഫേസ് മീൻസ് നമുക്ക് കാണാൻ പറ്റുന്ന 3 ഫേസസ്. ആ 3 ഫേസസും നമുക്ക് ഐസോമെട്രിക് പ്ലെയിൻസിൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഈ 3 ടേംസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഐസോമെട്രിക് ആക്സിസ്, ഐസോമെട്രിക് ലൈൻസ്, ഐസോമെട്രിക് പ്ലെയിൻസ്. 3 ടേംസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ക്യൂബിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് നമ്മൾ നമ്മുടെ ഐസോമെട്രിക് വ്യൂവിനെ ബേസ് ചെയ്തിട്ട് വരച്ചു, അല്ലെങ്കിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു റുബിക്സ് ക്യൂബ് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൽ ആ റുബിക്സ് ക്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ് മാത്രം കാണുന്ന രീതിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കളറുള്ള ഫേസ് കാണുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ റുബിക്സ് ക്യൂബിനെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നുണ്ടാവും. ആ ഓർത്തോഗ്രാഫിക്കിൽ നിന്ന് അല്ലെങ്കിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ നിന്ന് നമ്മുടെ ഐസോമെട്രിക് വ്യൂവിലേക്ക് വരുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ വ്യൂവിൽ നിന്ന് തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ നേരത്തെ നമ്മൾ റുബിക്സ് ക്യൂബ് ഞാൻ പറഞ്ഞു ഒരു സൈഡ് മാത്രം കാണുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മിനിമം ടു വ്യൂസ് എങ്കിലും നമുക്ക് അറിയേണ്ടതുണ്ട്. ഐസോമെട്രിക് വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മൾ 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ടിൻ്റെയും കമ്പാരിസൺ. അതായത് ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഓർത്തോഗ്രാഫിക്കിൽ ഒരൊറ്റ സൈഡ് മാത്രം കാണുന്ന രീതിയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. റൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന റുബിക്സ് ക്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 120 ഡിഗ്രി 3 ആക്സിസും ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഓറിയൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 സൈഡിനെ കുറിച്ചിട്ടും ഒരൊറ്റ വ്യൂവിൽ തന്നെ കറക്റ്റ് ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ 3 അപ്പർ ആയിട്ടുള്ള ഒരു സൈഡും റൈറ്റിലെ ഒരു സൈഡും ലെഫ്റ്റിലുള്ള ഒരു സൈഡും ഒരൊറ്റ വ്യൂവിൽ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കുന്നതിനുള്ള മെയിൻ ഉദ്ദേശം ഇതാണ്. ഒരു വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂസ് വരയ്ക്കുന്നത്. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൂടെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് നമുക്ക് വരയ്ക്കുമ്പോൾ അപ്പാരൻ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് കിട്ടുക. ട്രൂ ലെങ്ത് അല്ല ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ടാവും. അത് കറക്റ്റ് വാല്യൂസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.815 റിഡക്ഷൻ ലെങ്ത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് പറയുന്നത് ഐസോമെട്രിക് ലെങ്ത്, അതായത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ്റെ ലെങ്ത് ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു. ഒറിജിനൽ ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ അത് കറക്റ്റ് വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.815 ആയിരിക്കും റിഡക്ഷൻ. ഇപ്പോൾ ഇക്വേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.815 ഇൻറ്റു ട്രൂ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും. 0.815 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ചെയ്തിട്ട് 0.82 എന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ 100 mm ലെങ്ത് ഉള്ള ഒരു ലൈനെ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ 82 mm ആയിട്ട് അത് റെഡ്യൂസ്ഡ് ആവും. 100 mm ലൈനാണ് അതിൻ്റെ 100 mm ആണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അത് 82 mm മാത്രമേ ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഐസോമെട്രിക് ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഐസോമെട്രിക് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.82 ഇൻറ്റു ട്രൂ ലെങ്ത് എന്നുള്ള ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ റിഡക്ഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമുക്ക് ഐസോമെട്രിക് ലെങ്ത് കണ്ടെത്താനുള്ള വേറൊരു മെത്തേഡാണ് നിങ്ങൾക്ക് താഴെ ഒരു ട്രയാങ്കിളായിട്ട് കാണുന്നത്. അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ഗ്രാഫിക്കലി കണ്ടെത്താനുള്ള ഐസോമെട്രിക് ലെങ്ത് കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് AD എന്ന് പറഞ്ഞൊരു ലൈൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ ഒരു AB എന്ന് പറഞ്ഞുള്ള ഒരു ബേസ് ലൈൻ ആൾറെഡി അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് AD എന്ന് പറഞ്ഞൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ 1 mm ലെങ്ത്തിൽ 0 to 4 വരെ എന്നുള്ള രീതിയിൽ ഓരോ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കാം, നെയിംലി AC. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു AD എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് AC എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു. അതിൽ AD എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈനാണ് നമ്മുടെ ട്രൂ ലെങ്ത്തിൻ്റെ ലൈൻ. AC എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈനാണ് നമ്മുടെ ഐസോമെട്രിക് ലെങ്ത്തിൻ്റെ ലൈൻ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് എങ്ങനെയാണ് ഐസോമെട്രിക് ലെങ്ത് കണ്ടെത്തുകയെന്ന് വെച്ചാൽ, നമ്മൾ AD എന്ന് പറഞ്ഞ് വരച്ചിട്ടുള്ള നമ്മുടെ ലൈനിലുള്ള ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടില്ല. ഇപ്പോൾ ആ 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈൻ എവിടെയാണോ ACനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ഐസോമെട്രിക് ലെങ്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
എ ഡി എന്ന് പറയുന്ന ലൈനിലെ എ മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ട്രൂ ലെങ്ത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ എ സി എന്ന് പറയുന്ന ലൈനിലെ എ മുതൽ 3 വരെയുള്ള ലെങ്ത് ആയിരിക്കും എന്ത് അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത്. ഇതൊന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രാഫിക്കലി കണ്ടെത്താം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ഐസോമെട്രിക് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.82 ഇൻറ്റു ട്രൂ ലെങ്ത്. ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി മാത്രം. ഇനി ഐസോമെട്രിക് ഡ്രോയിങ് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട്, അതായത് ഐസോമെട്രിക് ഡ്രോയിങ് ഞാൻ പറഞ്ഞു ഒരു റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഐസോമെട്രിക് ഡ്രോയിങ്ങിലെ ഐസോമെട്രിക് പ്രൊജക്ഷനിലാണ് ആ റിഡക്ഷൻ സംഭവിക്കുന്നത്. പ്രൊജക്ഷൻ നിങ്ങൾക്കറിയാം, പ്രൊജക്ഷനിൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് റെഡ്യൂസ് ആവുമെന്ന് ഓർത്തിരിക്കുക. അവിടെ നമ്മൾ വരയ്ക്കാറുള്ളത് ഐസോമെട്രിക് സ്കെയിലാണ്. അത് ഐസോമെട്രിക് സ്കെയിലിൽ വരയ്ക്കുന്ന ലൈൻ അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത്തിൽ വരയ്ക്കുന്ന ലൈൻ മീൻസ് 0.82 ഇൻറ്റു ട്രൂ ഷേപ്പ് ആയിരിക്കും. അതായത് ട്രൂ ഷേപ്പിനേക്കാളും റെഡ്യൂസ്ഡ് ഷേപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഡ്യൂസ്ഡ് ലെങ്ത്തിലുള്ള ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻസ് നമുക്ക് റയറായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളൂ. നമുക്ക് കൂടുതലും ചോദിക്കാറുള്ളത് ഐസോമെട്രിക് വ്യൂസ് ആണ്. അപ്പോൾ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഐസോമെട്രിക് ലെങ്ത് ആയിരിക്കും, ഐസോമെട്രിക് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഐസോമെട്രിക് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എന്തായിരിക്കും, ഐസോമെട്രിക് ലെങ്ത് ആയിരിക്കും. ഐസോമെട്രിക് ലെങ്ത് എങ്ങനെ കണ്ടെത്താന്നുള്ള പൊസിഷൻ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ കാര്യങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഐസോമെട്രിക് വ്യൂസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ റിഡക്ഷൻ അഥവാ 0.82 മൾട്ടിപ്ലൈ ചെയ്ത് ലെങ്ത് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ റയറായിട്ടും ചോദിക്കാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കൂടുതലും ഐസോമെട്രിക് വ്യൂസ് ആണ് വരയ്ക്കാൻ വേണ്ടി വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്രയാണോ ലെങ്ത് തന്നിട്ടുള്ളത് അതേ ലെങ്ത് എടുത്തിട്ട് ട്രൂ ഷേപ്പിലായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഒബ്ജക്റ്റ് വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഓരോ ലെങ്ത്തിനെയും 0.82 മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കണം. അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഇത്തരത്തിൽ വരച്ചിട്ട് കോമ്പസിൽ ലെങ്ത് എടുത്തിട്ട് അതിന് റെഡ്യൂസ് ചെയ്യുക. ഓരോ ലെങ്ത്തും എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നേരത്തെ 100 mm പറഞ്ഞു. അത്തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റിലെ ഓരോ ഡിസ്റ്റൻസും നമ്മൾ റെഡ്യൂസ് ചെയ്യണം. എപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ഐസോമെട്രിക് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ ലെങ്ത് തന്നിട്ടുള്ളത് സെയിം ലെങ്ത് എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടോ ഏതായിരിക്കും വരയ്ക്കാൻ ഏറ്റവും ഈസി ഏതായിരിക്കും, ഐസോമെട്രിക് വ്യൂ ആയിരിക്കും. കാരണം എന്താ, തന്നിട്ടുള്ള ലെങ്ത് അതേ എത്രയാണോ ലെങ്ത് തന്നിട്ടുള്ളത് സെയിം ലെങ്ത് എടുത്തിട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ അഥവാ ട്രൂ ഡയമെൻഷൻസ് ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ഞാൻ പറഞ്ഞു, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും. അഥവാ നമ്മുടെ ഐസോമെട്രിക് ലെങ്ത് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ 3 ആക്സിസ് അഥവാ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ലെങ്ത്തിൻ്റെ ആക്സിസ്, അതേപോലെ ഹൈറ്റിൻ്റെ ആക്സിസ്, ഡെപ്തിൻ്റെ ആക്സിസ്. ആ ഹൈറ്റിൻ്റെ ആക്സിസ് നമ്മൾ നേരത്തെ താഴേക്കായിരിക്കും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലേക്കും ഉണ്ടാവും. അപ്പോൾ ആ 3 ആക്സിസ് ആക്ച്വലി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് 3 ആക്സിസും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. 120 ഡിഗ്രി ആയിട്ടായിരുന്നു നമ്മൾ 3 ആക്സിസും വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴേക്കാണ് ഹൈറ്റിൻ്റെ ആക്സിസ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ 3ഉം തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. പക്ഷേ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈനും നമ്മുടെ ലെങ്ത് ആക്സിസും തമ്മിലുള്ള ആംഗിൾ പിന്നെ 30 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കാണുണ്ടാവും. അതായത് ആക്ച്വലി 3 ആക്സിസും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ റെഫറൻസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് 90 ഡിഗ്രി മൈനസായി. പിന്നെ ബാക്കി ഉണ്ടാവുക എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം എന്ത് ചെയ്യും, ആക്സിസ് വരയ്ക്കാൻ വേണ്ടി ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്യും. പിന്നെ റൈറ്റിലേക്ക് ഒരു ആക്സിസ്, ഇപ്പോൾ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ആക്സിസ്, ലെഫ്റ്റിലേക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ആക്സിസ്, പിന്നെ വെർട്ടിക്കലായിട്ട് ഒരു ആക്സിസും കൂടെ. ഈ 3 ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ഫിഗേഴ്സ് എല്ലാം വരയ്ക്കുന്നുണ്ടാവുക എന്നുള്ളതൊന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 2 ഡയമെൻഷണൽ ഫിഗേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളത്, ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് 2 ഡയമെൻഷണൽ ഫിഗേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് ഷേപ്പ് ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഒരു റെക്ടാങ്കിൾ ഐസോമെട്രിക് വ്യൂവിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറും. ഒരു ക്വാഡ്രിലേറ്ററൽ ആയിട്ടുള്ള ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോമിലേക്ക് എന്തായിട്ട് മാറും, നമ്മുടെ ഒരു റെക്ടാങ്കിൾ മാറും. ഇനി ടോപ്പ് വ്യൂലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്രണ്ട് വ്യൂവിൽ ഒരു റെക്ടാങ്കിൾ വന്നാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളതും ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണ് ഒരു റെക്ടാങ്കിൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. സിമിലർലി ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലാണ് നമ്മുടെ ട്രയാങ്കിൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വരും. ഇനി ടോപ്പ് വ്യൂലാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഒരു ട്രയാങ്കിൾ വരിക. എപ്പോഴും നമ്മൾ ആ ഒരു, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ഒരു ക്യൂബ് കണ്ടല്ലോ, അപ്പോൾ ആ ക്യൂബിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിൻ്റെ അകത്ത് എല്ലാ ഒബ്ജക്റ്റും, അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഏരിയ വരും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ
ഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഫിഗറിൻ്റെ ഉള്ളിലായിട്ട് എപ്പോഴും കൂടുതലും ഒരു ക്യൂബോ അല്ലെങ്കിൽ ഒരു പ്രിസം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ആദ്യം കൺസിഡർ ചെയ്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ വരയ്ക്കാറുള്ളത്. ഇനി പെൻറ്റഗൺ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ആ പെൻറ്റഗൺ ഒരു സ്ക്വയറിൻ്റെ അകത്താക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ സ്ക്വയർ നമ്മുടെ ഐസോമെട്രിക് ആക്സിനെ ബേസ് ചെയ്തിട്ട് റീകൺസ്ട്രക്ട് ചെയ്യും. ആ സ്ക്വയറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെൻറ്റഗൺ വരയ്ക്കുന്നതാണ് എല്ലായ്പ്പോഴും എളുപ്പം. കാരണം അതൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പെൻറ്റഗൺ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ എല്ലായ്പ്പോഴും എളുപ്പം ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഫിഗറിൻ്റെ ഉള്ളിലേക്കാവും കറസ്പോണ്ടിങ് ആയിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ലൈക്ക് സ്ട്രക്ചറിലേക്കാണ് റീകൺസ്ട്രക്ട് ചെയ്തത്. ട്രയാങ്കിളൊക്കെ ആകുമ്പോൾ നമ്മളൊരു റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഒക്കെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ആണ് നമ്മുടെ പെൻറ്റഗൺ ഐസോമെട്രിക് വ്യൂവിൽ വരിക. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് സർക്കിൾ ഐസോമെട്രിക് വ്യൂസിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ചെറിയൊരു റിഡക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കിളെല്ലാം ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും. ട്രൂ ഷേപ്പ് ആയിരിക്കില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ. നമ്മളിപ്പോൾ ട്രൂ ലെങ്ത് എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഐസോമെട്രിക് വ്യൂവിൽ നമ്മളത് കാണുമ്പോൾ സർക്കിൾ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള സർക്കുലർ ഷേപ്പിലല്ല കാണുക. എങ്ങനെ ഏത് ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടാവുക, എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സർക്കിളിനെ ഒരു സ്ക്വയറിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ സർക്കിൾ ഒരു തിന്നായിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണെന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ടോപ്പ് വ്യൂവിൽ വരുന്ന ആ ഒരു പ്ലെയിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിലാദ്യം നിങ്ങൾക്ക് ഡോട്ടിട്ട് കാണിക്കുന്നത് നമ്മുടെ സർക്കിൾ സ്ക്വയറിൽ ടച്ച് ചെയ്യുന്ന 4 പോർഷൻസാണ് അവിടെ ഡോട്ടിട്ട് കാണിച്ചിട്ടുള്ളത്. സർക്കിൾ സ്ക്വയറിൽ 4 എൻഡിലല്ലേ, നമ്മുടെ സ്ക്വയറിൻ്റെ 4 സൈഡിൽ ഓരോ പോയിന്റിലായിരിക്കും നമ്മുടെ സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ടാവുക. ആ പോയിന്റ്സാണ് ഇവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം, അതിന് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തു, ABCD എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തു. ഇനി ഡയഗണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കോർണറിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും ഓരോ ലൈൻസ് വരയ്ക്കുക. താഴെയുള്ള കോർണറിൽ നിന്ന് എയിൽ നിന്നും ബിയിലേക്കും ഓരോ തിൻ ലൈൻസ് വരയ്ക്കുക. മുകളിലുള്ള കോർണറിൽ നിന്ന് സിയിലേക്കും അതേപോലെ ഡിയിലേക്കും ഓരോ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓരോ പോയിന്റില്ലേ, അതാണ് ഇവിടെ കാണിച്ചത്. ഈ 2 പോയിന്റ്സ് പ്രത്യേകം ഒന്ന് നെയിം ചെയ്യുക. 3, 4. നമ്മൾ താഴെ കോർണർ 1 മുകളിലെ കോർണർ 2 പുതുതായിട്ട് കിട്ടിയിട്ടുള്ള 2 പോയിന്റിനെ 3, 4 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തു. ഇനി വരെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 എന്ന പോയിന്റ് സെൻറ്ററാക്കി 1A എന്നുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വരച്ചെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ AB എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് എങ്ങനെ വരയ്ക്കേണ്ടത്, 1 സെൻറ്ററായിട്ട് എടുക്കുക. 1ൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. സിമിലർലി 2 സെൻറ്ററായിട്ട് എടുക്കുക. 2C അല്ലെങ്കിൽ 2D എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എന്ത് ചെയ്യുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് 3 സെൻറ്ററായിട്ട് എടുക്കുക. 3A എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 3D എന്ന് പറഞ്ഞിട്ടുള്ള 2 വീക്കിലായിരിക്കുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ആർക്ക് വരയ്ക്കുക. ഇവിടെ ആദ്യം 4C എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് റൈറ്റിലാണ് വരച്ചില്ല. സിമിലർലി 3D അല്ലെങ്കിൽ 3A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്തിട്ട് ലെഫ്റ്റും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തു. അതായത് നമ്മൾ സർക്കുലർ ആയിട്ടുള്ള പാർട്സൊക്കെ ഈ രീതിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആദ്യം ഒരു സ്ക്വയറിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്യുക, ആ സ്ക്വയർ റീകൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ്സിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗം ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫിഗേഴ്സിൽ എവിടെയെങ്കിലും സർക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, അത് ഒരു അതായത് ഒരു ഹോള് പോലെ അല്ലെങ്കിൽ ആക്ച്വൽ ഫിഗറിലുള്ള പോലെ തോന്നില്ല. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ റെലവൻസ് മനസ്സിലാവും. ഇനി ഇതൊരു ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നു. ABCD മാർക്ക് ചെയ്തു, 2 ലൈൻസ് വരച്ചു, 2 പോയിന്റ്സ് കിട്ടി, പിന്നെ 2 ആർക്കും കൂടെ വരയ്ക്കുക. പിന്നെ സൈഡിൽ 2 ആർക്കും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലെ സർക്കിളും റീകൺസ്ട്രക്റ്റ് ആയി. അപ്പോൾ അതൊരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി കുറച്ചുകൂടെ പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ എക്സാമ്പിളോടെ കാണിക്കുന്നുണ്ട്. ഒരു ഹെക്സഗൺ, നമ്മൾ പറഞ്ഞ പോലെ ഹെക്സഗണിനെയും ഒരു സ്ക്വയർ ലൈക്ക് സ്ട്രക്ചറിലേക്ക് എൻക്ലോസ് ചെയ്തു, എന്നിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. സർക്കിളിൻ്റെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു, റോംബസ് മെത്തേഡ് എന്നാണ് അതിന് പറയാറുള്ളത്. സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ആദ്യം നമ്മളൊരു പെൻറ്റഗണൽ പിരമിഡിൻ്റെ കൺസ്ട്രക്ഷൻ വരയ്ക്കാൻ പോകും. അപ്പോൾ പെൻറ്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പെൻറ്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു പെൻറ്റഗണും പിന്നെ ഒരു പിരമിഡലായിട്ടുള്ള ഷേപ്പിലായിരിക്കും മുകളിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മുടെ ടോപ്പ് വ്യൂവിൽ നമുക്കൊരു പെൻറ്റഗൺ നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക. അതായത് കറക്റ്റ് മിഡിൽ എടുത്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് എത്ര ഹൈറ്റ് വേണ്ടത് അത്ര ഹൈറ്റ് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് 4 സൈഡിലേക്കും ഓരോ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ, 4 സൈഡിലേക്കല്ല ഓരോ കോർണറിലേക്ക് ഓരോ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെൻറ്റഗണൽ പിരമിഡ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരയ്ക്കുക. ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു,
താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് റൈറ്റിലേക്ക് തേട്ടി ലെഫ്റ്റിലേക്ക് തേട്ടി എടുത്തിട്ടാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആദ്യം വരയ്ക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐസോമെട്രിക് വ്യൂസ് ആണ് ഇവിടെ വരയ്ക്കാൻ പറയുന്നത്. ഡ്രോ ഇറ്റ്സ് ഐസോമെട്രിക് വ്യൂ. ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം, ഐസോമെട്രിക് വ്യൂ ആണോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ എന്നുള്ളത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലെങ്ത്തും എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ താഴെ 40, 60 ഒക്കെ തന്നിട്ടില്ലേ, ഓരോ ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്യണം, ഐസോമെട്രിക് ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് കൂടുതലും ഐസോമെട്രിക് വ്യൂസ് ആണ് വരയ്ക്കാറുണ്ടാറ്. അവിടെ നിങ്ങൾ ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക, എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, എന്താണ് ഐസോമെട്രിക് വ്യൂ എന്നുള്ളത്. ഐസോമെട്രിക് വ്യൂ ആണ് എക്സാമിന് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ കൺവേർഷൻ്റെ ഒന്നും ആവശ്യം കൂടുതലും വരാറില്ല. അപ്പോൾ ഇവിടെ 3 വ്യൂസ് തന്നു. പിന്നെ ഇത്രയും കാലം അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിലൊക്കെ ആയിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ വ്യൂസ്, അതായത് മൾട്ടിപ്പിൾ വ്യൂസ് മീൻസ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂസ് ഒക്കെ വരയ്ക്കാറായിരുന്നു. അതേപോലെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 3D ഫിഗർ എന്നിട്ട് അതിന് ഡിഫറൻസ് വ്യൂസ് വരയ്ക്കാം. ഇവിടെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാറുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പോലെ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് തരും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ആർ ഗിവൻ, ഡ്രോ ഇറ്റ്സ് ഐസോമെട്രിക് വ്യൂ. നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇവിടെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കേണ്ടത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്നാണ്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് തന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം, ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ചൊരു ഡിഫിക്കൽട്ടി കൂടിയിട്ടുള്ള ഭാഗമാണ് ഈ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. നല്ല ഒരു ഇമേജ് നമുക്ക് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. ഇമാജിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് വരച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വരച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ റിവേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് വന്നിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തോഗ്രാഫിക്കിൽ പരമാവധി എക്സ്പെർട്ട് ആവുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഐസോമെട്രിക് വ്യൂ ഈസി ആവും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐസോമെട്രിക് ആക്സസ് വരയ്ക്കണം. ആദ്യം ഹൊറിസോണ്ടലായിട്ട് ഒരു ആക്സ് വരച്ചു. 30 ഡിഗ്രി റൈറ്റിലേക്ക് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക, 30 ഡിഗ്രി ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ ഒരു സൈഡിലേക്ക് വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും, ഒരു സൈഡിലേക്ക് വരയ്ക്കുന്നത് എന്തായിരിക്കും, സൈഡ് വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി എടുത്ത് നമ്മൾ റൈറ്റിലേക്ക് വരച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുക്കുക. കാരണം ഇവിടെ തന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ലേ. അപ്പോൾ ലെഫ്റ്റിലായിരിക്കും അതിൻ്റെ സൈഡ് നമുക്ക് പ്രോപ്പറായിട്ട് വിസിൽ ഉണ്ടാവുക. അപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ 30 ഡിഗ്രി എടുത്ത് വരച്ചിട്ടുള്ള ലെഫ്റ്റ് സൈഡ് വ്യൂ കാണാനുള്ള പോർഷൻ, റൈറ്റിലേക്ക് 30 ഡിഗ്രി എടുത്ത് വരച്ചിട്ടുള്ള ഫ്രണ്ട് വ്യൂ കാണാനുള്ള പോർഷൻ. പിന്നെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു ആക്സസ് ആണ് എന്ത് ചെയ്യുക, മുകളിലേക്ക് വരയ്ക്കുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മുകളിലേക്ക് ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ആക്സസ് വരയ്ക്കുക. പിന്നെ എല്ലായ്പ്പോഴും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ക്യൂബിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യൂബോ അല്ലെങ്കിൽ ഒരു പ്രിസോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് അത് ഉൾക്കൊള്ളുന്ന ഒരു പ്രിസം ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു ക്യൂബിക്കലായിട്ടുള്ള ഷേപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായില്ലേ, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്തും ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്തും സൈഡ് വ്യൂവിൻ്റെ ലെങ്ത്തും ഒക്കെ സെയിം അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ക്യൂബാണ്. ആ ക്യൂബിൽ ചെറിയ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഇത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്യൂബ്. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ, ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഒരു ഉള്ളിലായിട്ടൊരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ആദ്യം ആ സർക്കിൾ വരച്ചു. ഓരോ ഫേസിലും ഓരോ സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഓരോ സർഫസിലും ഓരോ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും സൈഡ് വ്യൂലും ഒക്കെ എന്ത് ചെയ്തു, ഒരു സ്ക്വയർ ആദ്യം കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ ഈ 3 വ്യൂസ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും ആ ഹിഡൻ എഡ്ജസ് ഒക്കെ കാണിക്കുന്നത് ആക്ച്വലി ഈ ഷേപ്പ് എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ഒരു ക്യൂബാണ്. ആ ക്യൂബിൽ നിന്ന് ഓരോ ഫേസിൽ നിന്നും ഓരോ സ്ക്വയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ക്യൂബിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറിന് ഓരോ ഫേസിൽ നിന്നും ഓരോ സ്ക്വയറും റിമൂവ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വെൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഹിഡൻ ലൈൻസും കൂടെ ഒക്കെ കാണുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഫിഗർ എങ്ങനെയാണുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ഒരു ഇമേജ് കണ്ടെത്തിയതിന് ശേഷമാണ് വരച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ചിട്ട് എങ്ങനെ ഏതെങ്കിലും ഒരു ഫിഗറായിട്ട് മാറുന്ന രീതിയിൽ പോകാണ്ട് ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടണം എങ്ങനെയായിരിക്കും ഈ ഇമേജ് ആക്ച്വലി ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 വ്യൂസിനെ വെച്ചിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാച്ചാൽ മനസ്സിലാക്കാൻ പറ്റണം എന്ത്, ഇതൊരു ക്യൂബിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ്. ആ ക്യൂബിൻ്റെ ഓരോ ഫേസിൽ നിന്നും എന്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. 6 ഫേസിൽ നിന്നും ഓരോ സ്ക്വയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു, അതായത് സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ഡെപ്തിലേക്കുള്ള ഒരു സ്ക്വയർ, എന്താ പറയുക, ഒരു സ്ക്വയർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്രിസം എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു സ്ക്വയർ പ്രിസം എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു സ്ക്വയർ പ്രിസം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡെപ്തിൽ കുറച്ച് ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമേജ് എങ്ങനെ വരയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ലൈൻസ് വരച്ചു. ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഏതെങ്കിലും പാർട്ട് ഇറേസ് ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ജോയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കോർണറിലുള്ള കുറച്ച് ജോയിൻസ് നമുക്ക് ഇറേസ് ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇറേസ് ചെയ്യും ലാസ്റ്റ്. എന്നിട്ട് നമുക്ക്
ഫൈനൽ ഫിഗർ ഈ രീതിയിലാണ് കിട്ടുക. അതായത് ഏതെങ്കിലും ഭാഗങ്ങൾ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇറേസ് ചെയ്താൽ മതി. കാരണം നമ്മളിങ്ങനെ പാരലൽ ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ റിമൂവ് ആയി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഇറേസ് ചെയ്യുക. കുറച്ച് പോർഷൻസ് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഫൈനൽ ഫിഗർ ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ ഈവൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഡയമെൻഷൻ ചെയ്യും കൂടെ വേണം. ഇത് ഡയമെൻഷൻസ് ചെയ്തില്ല. ക്വസ്റ്റ്യൻ എന്തൊക്കെ ഡയമെൻഷൻസ് തന്നുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഐസോമെട്രിക് വ്യൂവിലും ഡയമെൻഷൻ ചെയ്യണം. ഐസോമെട്രിക് വ്യൂവിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഓരോന്നും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഡയമെൻഷൻ ചെയ്യുക, ലീനിയർ ലെങ്ത് അല്ല. അത് നമ്മൾ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ 3 വ്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 വ്യൂസിൽ നിന്നാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞ കാര്യം ഇവിടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 3 വ്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഓബ്ജക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് എങ്ങനെയായിരുന്നു, ഒരു ക്യൂബായിരുന്നു. ആ ക്യൂബിൻ്റെ ഓരോ ഫേസിൽ നിന്നും ഓരോ സ്ക്വയർ ലൈക്ക് ഷേപ്പിലുള്ള ഒരു ഓബ്ജക്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സാണ്. അതായത് ഒരു ക്യൂബ് തന്നെയാണ്, ഓരോ ക്യൂബിൻ്റെ ഫേസിൽ നിന്നും ഒരു സ്ക്വയർ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിഗറിനെ കുറിച്ചിട്ട് ഇമാജിൻ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റണം. ആദ്യം ഒരു ക്യൂബാണ് വരേണ്ടത്. ആ ക്യൂബിൻ്റെ ഓരോ ഫേസിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ സ്ക്വയർ ലൈക്ക് സ്ട്രക്ചർ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഫിഗർ വരിക എന്നുള്ളത് ഈ 3 വ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ സക്സസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വരച്ചു തുടങ്ങുക. ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ വരച്ചു, റൈറ്റിലേക്ക് ആക്സിസ് വരച്ചു, ലെഫ്റ്റിലേക്ക് ആക്സിസ് വരച്ചു. റൈറ്റിലേക്ക് ഫ്രണ്ട് ആയിരിക്കും, ലെഫ്റ്റിലേക്ക് വരയ്ക്കുന്നത് ഇവിടെ സൈഡ് ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് വ്യൂ വരച്ചാൽ മാത്രമേ അതിൻ്റെ റൈറ്റ് സൈഡ് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ റൈറ്റിൽ ഫ്രണ്ട് വരച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ കാണിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ലോജിക്കലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. വെർട്ടിക്കലായിട്ടുള്ള ഒരു ആക്സിസും കൂടെ ഇവിടെ വരച്ചതിന് ശേഷം ആദ്യം ഇത് ഉൾക്കൊള്ളുന്ന ഒരു ക്യൂബ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 സൈഡിലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഓരോ സ്ക്വയർസ് വരച്ചു. ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ ഇറേസ് ചെയ്യേണ്ടത്. കാരണം ആ ഉള്ളിലൂടെ ലൈനൊന്നും നമ്മൾ പിന്നെ കാണില്ലല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇറേസ് ചെയ്യും കൂടെ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഫിഗർ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഫിഗർ ഓർത്തോഗ്രാഫി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആദ്യം എങ്ങനെയാണ് നമ്മുടെ ആൻസർ ഫിഗർ വരിക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് മെത്തേഡ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. അത്ര നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ക്യൂബിൻ്റെ അത്ര സിമ്പിളായിട്ടുള്ളൊന്നും കാണാറില്ല. ഇതാണ് ചോദിക്കാറുള്ള ഒരു ഇമേജ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഫിഗർ എങ്ങനെ വരിക എന്നുള്ളത് ആലോചിക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത് വരയ്ക്കാതെ തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും ഒരു ഐഡിയ ഒരാൾക്ക് മനസ്സിലാവണ്ട. ഇതൊരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം റിമൂവ് ചെയ്തതാണ്. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ചെറിയൊരു ഭാഗം വരുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എനിവേ നമുക്ക് വരച്ച് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസ് വരയ്ക്കുക. റൈറ്റിലേക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ആക്സിസ് വരച്ചു, അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ലെങ്ത്തിൻ്റെ ആക്സിസ് വരച്ചു. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ സൈഡ് വ്യൂവിൻ്റെ ആക്സിസ് വരച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെപ്ത്ത് എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുക, ഇത് എൻക്ലോസ് ചെയ്യണേ 2 രീതിയിൽ ഇത് വരയ്ക്കാം. ഒന്നെങ്കിൽ ആദ്യം ഇത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്യൂബ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ആ ക്യൂബ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രണ്ട് വ്യൂലെ പോർഷൻ, ടോപ്പ് വ്യൂലെ പോർഷൻ, സൈഡ് വ്യൂലെ പോർഷൻസ് ഓരോന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇമേജിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ റൈറ്റിലുള്ള ആക്സിസിന് പാരലായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ഹൊറിസോണ്ടൽ ലൈനും ഫ്രണ്ട് വ്യൂവിൽ. അതേപോലെ ലെഫ്റ്റിലുള്ള ആക്സിസിന് പാരലായിരിക്കണം നിങ്ങൾ സൈഡ് വ്യൂവിൽ വരയ്ക്കുന്ന ഓരോ ഹൊറിസോണ്ടൽ ലൈനും. അതേപോലെ ഹൈറ്റിൻ്റെ ആക്സിസ് വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ആ ആക്സിസിന് പാരലായിരിക്കും നമ്മളെ വെർട്ടിക്കലായിട്ട് ലൈൻ. ഇപ്പോൾ ഇവിടെ ആക്ച്വലി ആ ഫ്രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ വരച്ച് പോയിട്ടുള്ളതാണ്. ആ ഫ്രണ്ട് വ്യൂവിലെ എന്ന് പറഞ്ഞുള്ള പോയിന്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പിലേക്ക് സ്ട്രക്ചർ ആദ്യം കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ആ ഫ്രണ്ട് വ്യൂ അതേപോലെ അവിടെ വരച്ച് വെച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ സൈഡ് വ്യൂവിലെ പോർഷനിലേക്ക് വന്നു. സൈഡ് വ്യൂവിലേക്ക് വന്നപ്പോൾ ആ 2 റെക്ടാംഗിൾ ആയിട്ടുള്ള പോർഷൻ ഉള്ളിലേക്ക് കയറി നിൽക്കുക എന്നൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം ആദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഡയറക്റ്റ് വരയ്ക്കൽ അത്ര എളുപ്പമല്ല തുടക്കത്തിൽ തന്നെ. ആക്ച്വലി നിങ്ങളൊരു ക്യൂബ് വരച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒന്നും കൂടെ എക്സ്പീരിയൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾ തന്നെ ഇമാജിനേഷൻ സ്കില്ല് നന്നായിട്ട് വേണ്ട ഒരു ഏരിയയാണ് ഈ ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യേണ്ടത്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഡയമെൻഷൻ ചെയ്യുക, അത്തരം കാര്യങ്ങൾ കൂടെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം മീ ഫോർ ടുഡേ.